നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇനി അവധി ദിവസങ്ങളിലും പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ പ്രവാസികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന BLSന്റെ 3 കേന്ദ്രങ്ങൾ UAE സജ്ജമാക്കിയതായി വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞു. ദുബായിൽ 2ഉം ഷാർജയിൽ 1 കേന്ദ്രവുമാണ് ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ തമിഴ് സംഘം കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷത്തിൽ മന്ത്രി മുഖ്യാതിഥിയായിരുന്നു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ സംഘടനാ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. സാധാരണക്കാരായ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു. UAEയിലെ പ്രവാസികൾക്ക് വലിയ തോതിൽ ഗുണം ലഭിക്കുന്നതാണ് ഈ നടപടി. ഇന്ത്യക്കാർ കൂടുതലുള്ള രാജ്യം എന്ന നിലയിലാണ് UAEയിൽ 7 ദിവസവും സേവനം നൽകുന്നത്. മറ്റ് എമിറേറ്റുകളിലും ഈ സേവനം ഏർപ്പെടുത്തുന്നത് പിന്നീട് ആലോചിക്കും. വാരാന്ത്യ ദിനമായ ഞായറാഴ്ചകളിൽ സേവനം ലഭ്യമാക്കുന്നതോടെ കോൺസൽ സേവനങ്ങൾക്കായി പ്രവൃത്തി ദിവസം അവധി എടുക്കുന്നത് പ്രവാസികൾക്ക് ഒഴിവാക്കാനാകും. അതുപോലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനവ്, പ്രവാസി വോട്ടവകാശം തുടങ്ങി പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംഘടനാ ഭാരവാഹികൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, ഇന്ത്യൻ പീപ്പിൾസ് ഫോറം, ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ, അക്കാഫ്, തമിഴ് സംഘം തുടങ്ങിയ സംഘടനാ ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്തു. UAEയിലെ വിവിധ പരിപാടികളിലും മുരളീധരൻ പങ്കെടുത്തു. ഇന്ത്യൻ കോൺസുലേറ്റിൽ വിവിധ സംഘടനാ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതേസമയം UAEയിൽ എമിറേറ്റ്സ് ID വിസ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച് ഫെഡറൽ അതോറിറ്റിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചില്ലെങ്കിലും പുതുക്കിയ എമിറേറ്റ്സ് ID വിസ നിരക്കുകൾ ഒന്ന് നോക്കാം. 100 ദിർഹമാണ് വിസയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എമിറേറ്റ്സ് ID, സന്ദർശക വിസ, റെസിഡന്റ് വിസ എന്നിവയ്ക്കെല്ലാം നിരക്ക് വർധനവ് ബാധകമാണ്. ഇതോടെ 270 ദിർഹമായിരുന്ന എമിറേറ്റ്സ് ID നിരക്ക് 370 ദിർഹമായി ഉയർന്നിട്ടുണ്ട്. 1 മാസത്തെ സന്ദർശക വിസ നിരക്കും 270 ദിർഹമിൽ നിന്ന് 370 ദിർഹമായി. ദുബായ് എമിറേറ്റിൽ നിരക്ക് വർധനയെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തായാലും നിരക്ക് കൂട്ടിയ ഈ തീരുമാനത്തിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതായുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.